അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് iOS 17 ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയുള്ള 17.3 അപ്ഡേറ്റ് നമ്മളുടെ എല്ലാ ഡിവൈസുകളും റിലീസ് ചെയ്തത്. എന്നാൽ അതിനെ തുടർന്ന് താമസിക്കാതെ തന്നെ ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് 17.4. ഇത് കറൻ്റ്ലി ഉള്ളത് നമുക്ക് ബീറ്റ അപ്ഡേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 17.4 ബീറ്റ 1 അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ നമ്മളുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിൽ പരിചയപ്പെടുന്ന ഇതുപോലുള്ള പുതിയ വാൾപേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പേഴ്സിൻ്റെ ലിങ്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി 17.4 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് കറൻ്റ്ലി ഉള്ളത് ബെയ്റ്റയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഡിവൈസുകളിൽ ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം ബെയ്റ്റ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെയ്റ്റ റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങൾ ഒന്നെങ്കിൽ പബ്ലിക് ബെയ്റ്റ അല്ലെങ്കിൽ ഡെവലപ്പർ ബെയ്റ്റ ഇതിലേതെങ്കിലുള്ള ബെയ്റ്റ പ്രോഗ്രാമിൽ നിങ്ങളുടെ ഡിവൈസ് എൻറോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെയ്റ്റ എന്ന് പറയുന്ന അഡീഷണൽ ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ. ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയാം. ബെയ്റ്റ ഓപ്ഷൻ അല്ലെങ്കിൽ ബെയ്റ്റ ഓയസ് നിങ്ങളുടെ ഡിവൈസുകളിൽ റെഗുലർ ഐഫോണുകളിൽ റൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ബെയ്റ്റ അപ്ഡേറ്റുകൾ റൺ ചെയ്യുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ടുള്ള 14 പ്രോയിലാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് റൺ ചെയ്യുന്നത്. സോ ഇൻസ്റ്റലേഷൻ ഈ ഒരു 17.4 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു വെൽക്കം സ്ക്രീനാണ് ലഭിച്ചിട്ടുള്ളത്. വെൽക്കം സ്ക്രീൻ കഴിഞ്ഞാൽ നേരെ ഉള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞൊരു സ്പ്ലാഷ് സ്ക്രീൻ കാണാം. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് സൈസിലേക്ക് പോകും. ഇതൊരു ബെയ്റ്റ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 6.27 GB ആണ് ഇതിന്റെ അപ്ഡേറ്റ് സൈസ് നമുക്ക് OTL ലഭിച്ചത്. ഇനി ഇതിന്റെ വേർഷൻ നമ്പറിലേക്ക് പോകും 21E5184K എന്നുള്ളതാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 17.4 ഇതുവരെ ഉണ്ടായിട്ടുള്ള ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ iOS അപ്ഡേറ്റ് പോലെയല്ല, ഇതിന് 2 വേർഷൻസ് കാണാൻ സാധിക്കും. അതായത് യൂറോപ്യൻ യൂണിയന് ഒരു വേർഷൻ, മറ്റ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി വേറൊരു വേർഷൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ കുറേയധികം മാറ്റങ്ങൾ 17.4 എന്ന് പറയുന്ന അപ്ഡേറ്റോടെ കൊണ്ടുവരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിൽ 27ഓളം രാജ്യങ്ങളാണുള്ളത്. ഈ 27 രാജ്യങ്ങളിലും ഈ പറഞ്ഞ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മാറ്റമാണ് സൈഡ് ലോഡിങ്. അതായത് ഇനി മുതൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോർ, ആപ്പിളിൻ്റെ സ്വന്തം ആപ്പ് സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ്, നമുക്കറിയാം ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് മറ്റ് തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിൻ്റെ അടിപൊളി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടിയുള്ള സൗകര്യമാണ്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡിലുണ്ട്, iOSൽ അത് ആപ്പ് സ്റ്റോർ. എന്നാൽ ഇതിനെല്ലാം പുറമെ നമുക്കറിയാം ഗൂഗിളിൽ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ വെറുതെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സൈഡ് ലോഡിങ് എന്ന് പറയുന്നത്. ഇതേ സംഗതിയാണ് നമ്മൾ ഐഫോണിലും ആപ്പിൾ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനൊരു ചെറിയ മാറ്റമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. വെറുതെ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഐഫോൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൈവസിക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ iOSൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മുടെ പ്രൈവസീനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുന്നതായിട്ടുള്ള കുറേ അധികം ഫണ്ടമെൻ്റൽസിൻ്റെ ബേസിലാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈവൻ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ ആപ്ലിക്കേഷൻസ് പോലും അവർ മാനുവലി റിവ്യൂ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വയലേഷൻസ്, പ്രൈവസി വയലേഷൻസോ മറ്റ് കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ സൈഡ് ലോഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അതായത് ആപ്പ് സ്റ്റോറിന് വെളിയിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് ഡെവലപ്പേഴ്സ് ഒരു പ്രത്യേക ഫീ ആപ്പിളിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ പ്രൈവസി പോളിസീസ് എല്ലാം മെൻഷൻ ചെയ്തേക്കുന്ന പോലെ അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ ഐഫോണിൽ യൂറോപ്യൻ യൂണിയനിലുള്ള യൂസേഴ്സിന് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഔട്ട്സൈഡ് ഓഫ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, പേയ്മെൻറ്റിന് വേണ്ട NFC ആപ്പിൾ അൺലോക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡുകൾ, ഇതുപോലുള്ള ATM കാർഡുകളിൽ നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വളരെ റീസെൻ്റ്ലി. അതായത് ഈ ഒരു ചിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ലോഗോ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പലരും തെറ്റിദ്ധരിക്കുന്നത് വൈഫൈ ഉണ്ടോ, കാർഡിന് വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് ആക്ച്വലി വൈഫൈ അല്ല, ഇത് NFC ആണ്. വൈഫൈ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വൈഫൈ ലോഗോ പോലെ തോന്നും, പക്ഷേ ഇത് വൈഫൈ അല്ല, ഇത് NFC ആണ്. NFC എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. NFC-ക്ക് പ്രത്യേകിച്ച് കറണ്ടോ അല്ലെങ്കിൽ ബാറ്ററി ചാർജോ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ATM കാർഡിൽ നമ്മൾ ബാറ്ററി ഒന്നും ഇട്ടിട്ടല്ല ഉപയോഗിക്കുന്നത്. സോ വൈഫൈ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് വേണം. സോ NFC വർക്ക് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാം ATM കാർഡ് നമുക്ക് ടാപ്പ് ചെയ്ത് പേ ചെയ്യാൻ സാധിക്കുന്നത്. ഇതേ ടെക്നോളജിയാണ് നമ്മുടെ ഐഫോണിലുള്ളത്, നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോൺസിലും ഉണ്ട് NFC. സോ ഈ ഒരു NFC പേയ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജി, NFC പേയ്മെൻറ്റിന് ഉപയോഗിക്കുന്ന API ഇപ്പം ആപ്പിൾ അൺലോക്ക് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ ഇതുവരെ ആപ്പിൾ പേ എന്ന് പറയുന്ന അവരുടെ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിരുന്നു NFC ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വേൾഡ് വൈഡ് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വെളിയിൽ പോയാലും, ഇപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ മറ്റ് വിദേശത്തായാലും
മറ്റ് തേർഡ് പാർട്ടി ബാങ്കുകൾ കൊണ്ടുവരുന്ന ആപ്ലിക്കേഷൻസിലൊന്നും തന്നെ നമുക്ക് NFC പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ടാപ്പ് ടു പേ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ 17.4 അപ്ഡേറ്റോടെ ആപ്പിൾ യൂറോപ്യൻ യൂണിയനിൽ ആ ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് ഇനി മുതൽ തേർഡ് പാർട്ടി ബാങ്കിങ് ആപ്ലിക്കേഷൻസിനും ആപ്പിളിൻ്റെ NFC യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു നിയമം കൊണ്ടുവന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കൃഷി ചെയ്തത് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇതിൻ്റെ വിളവ് നമുക്കുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം, ഈ ഒരു ഒറ്റ മാറ്റം കൊണ്ടുവന്നാൽ നമുക്ക് നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആപ്പിൾ പേ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇന്ത്യയിലില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ആപ്പിൾ കൊണ്ടുവരും എന്ന് തന്നെ വെച്ചു, അതിൻ്റെ യാതൊരു അപ്ഡേറ്റും നമുക്ക് നിലവിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പം വരുമെന്നോ ഇനി ഏത് കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാനോ എന്നുള്ള യാതൊരു ഐഡിയ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ എന്ന് പറയുന്ന 2 പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിലാണെങ്കിൽ നമുക്ക് ഇതുവരെ ഈ ഒരു ടാപ്പ് ടു പേ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഐഫോണിലില്ല എന്നുള്ളൂ. ആ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലുള്ള ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ നമുക്ക് കാർഡ് ആഡ് ചെയ്യാനും അത് ടാപ്പ് ടു പേ ചെയ്യാനും സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒന്നും തന്നെ ഇത് അറിയുന്നുമില്ല, ഇവരത് യൂസ് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പരമമായ സത്യം. എന്നാൽ ആപ്പിൾ ഈ ഒരു വിട്ടുവീഴ്ച യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലും താമസിക്കാതെ തന്നെ ഈ ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിന് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു ഉറപ്പ് തരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിലവിൽ NPCI UPIക്ക് കൊടുത്തിട്ടുള്ള അവസാനത്തെ തീയതി അനുസരിച്ച് ജാനുവരി 31 ടാപ്പ് ടു പേ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ എനേബിൾ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം യൂറോപ്യൻ യൂണിയനിലാണ് ഈ ഒരു മാറ്റം 17.4 അപ്ഡേറ്റോടെ കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ UPI ഓൾറെഡി ഈ ഒരു പേയ്മെൻറ്റ് NFC-നെ പൊളിച്ചടുക്കി, ഐഫോണിലുള്ള പേയ്മെൻറ്റ് NFC-നെ പൊളിച്ചടുക്കി ഒരു മൂലയിലേക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി അവരുടെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ അവർ കാണിച്ചിട്ടുണ്ട് ചില പേയ്മെൻറ്റ് ടെർമിനലുകളിൽ നമുക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ടു പേ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആപ്പിൾ ഈ ഒരു 17.4 അപ്ഡേറ്റിലൂടെ ഇതുപോലെ അവരുടെ കംപ്ലീറ്റ്ലി ഉള്ള NFC പേയ്മെൻറ്റ് ഓപ്ഷനെ അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റിയിൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം UPI കൊടുത്തിട്ടുള്ള ചില പേയ്മെൻറ്റ് ടെർമിനലിൽ മാത്രമേ ഉള്ളൂ NFC ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ടാപ്പ് ടു പേ വർക്ക് ചെയ്യും എന്നുള്ളെങ്കിൽ ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു NFCക്ക് കംപ്ലീറ്റ്ലി ഒരു അൺലോക്ക് അല്ലെങ്കിൽ റിമൂവൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലിറ്ററലി നമുക്ക് നമ്മളുടെ നിലവിലുള്ള ഏതൊരു പേയ്മെൻറ്റ് ടെർമിനലും നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ബോക്സ്, ഇത് എവിടെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അവിടുത്തെ എല്ലാ ബോക്സിലും അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് ടെർമിനലിലും നിങ്ങൾക്ക് ടാപ്പ് ടു പേ ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. സോ അങ്ങനെ മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജ് ആണ് താമസിക്കാതെ നമ്മളെ കാത്തിരിക്കുന്നത്. മൂന്നാമത് കൊണ്ടുവന്ന മാറ്റം കഴിഞ്ഞ 17.3 അപ്ഡേറ്റിൽ നമുക്കറിയാം ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ആപ്പിൾ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് നമ്മളുടെ 15 Pro ആണ്. ഇതും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ ആ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഈ ഒരു 17.3 പക്ഷേ 17.4 വന്നപ്പം ഇതിനകത്തൊരു സബ് മെനു ആപ്പിൾ കൊണ്ടുവന്നു. സോ ഈ ഒരു സബ് മെനു ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 അഡീഷണൽ ഓപ്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇവിടെ കാണാം ഓൾവേസ് ഫ്രം ഫെമിലിയർ ലൊക്കേഷനും ഓൾവേസും. ഇതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ്. അതായത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി ഡിലേ എന്ന് പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ ഡിലേ കാണിക്കുമായിരുന്നു. അപ്പം അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് ഈ 2 ഓപ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷൻസിലാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ അപ്പം തന്നെ ഡിസേബിൾ ആവും. ഇനി ഫെമിലിയർ അല്ലാത്ത ലൊക്കേഷനിലാണെങ്കിൽ അത് 1 hour ഡിലേയിലേക്ക് പോവുകയും ചെയ്യും. സോ അങ്ങനെ ഒരു ഈസ് ഓഫ് യൂസിന് വേണ്ടി യൂസേഴ്സിന് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു അഡീഷണൽ ഓപ്ഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിലൊന്നാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അതിൽ ലൊക്കേഷൻ സർവീസിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സർവീസസിനകത്ത് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇത് പെട്ടെന്ന് ഡിസേബിൾ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് എപ്പോഴും 1 hour ഡിലേ കാണിക്കും. നാലാമത്തെ കാര്യം ഇമോജീസിൽ യൂണിക്കോഡ് 15.1 അപ്ഡേറ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു സപ്പോർട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് ഷേക്ക്, മഷ്റൂം, ചെയിൻ ബ്രേക്ക്, ഫീനിക്സ് ഇങ്ങനെയുള്ള കുറേ പുതിയ അധികം ഇമോജീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയധികം പ്രാധാന്യമുള്ള മാറ്റങ്ങളാണ് 17.4 അപ്ഡേറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയനിലാണ് ഈ പറഞ്ഞ ചില ഫീച്ചേഴ്സ് വരുന്നത്. എന്നാൽ താമസിക്കാതെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മറ്റുള്ള യൂസേഴ്സിനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 17.4-ൻ്റെ പുതിയ മാറ്റങ്ങൾ, ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസും. അപ്പോൾ ഇതാണ് 17.4 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് ബി മിലൻ. Catch you guys in next video. Till then, peace.